നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ ആദ്യം തന്നെ ഇന്ത്യ മുന്നണി പിടിമുറുക്കുകയാണ്. നമുക്കറിയാം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ജയിക്കേണ്ടിയിരുന്ന കുറെ സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. ആകെ 4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിൽ ഏറ്റവും അധികം പ്രതീക്ഷ വച്ചത് മഹാരാഷ്ട്രയും ഹരിയാനയുമായിരുന്നു. എന്നാൽ അത് കോൺഗ്രസിന് നഷ്ടപ്പെട്ടു, ഇന്ത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടു. ജമ്മു കാശ്മീരും ജാർഖണ്ഡും ലഭിക്കുകയും ചെയ്തു. അതങ്ങനെ കൂടുതൽ പ്രതീക്ഷ വെക്കുകയും ചെയ്തിരുന്നില്ല. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും അട്ടിമറിയാണ് നടന്നതെന്ന് എല്ലാവരും ഉറപ്പിച്ചതോടെയാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളെല്ലാം വളരെ കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശം വന്നത്. അതിന് അദ്ദേഹം നേരിട്ട് തന്നെ ബീഹാറിൽ ഇറങ്ങിയിരിക്കുന്നു. ബീഹാറിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയതും അതിനുശേഷമാണ്. 20 വർഷമായി മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന നിതീഷ് കുമാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് ആദ്യം തന്നെ വെടിപൊട്ടിച്ചത്. ബീഹാറിലെ ക്രമസമാധാന നിലയെക്കുറിച്ച് വലിയ രീതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ്, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതിശക്തമായി ആക്രമണം ഉന്നയിച്ചത്. ബീഹാർ എന്ന സംസ്ഥാനം ഇന്ത്യയുടെ കുറ്റകൃത്യങ്ങളുടെ തലസ്ഥാനമായി മാറിയിരിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചത്. ഈ ഒറ്റ കാരണം വളരെ വ്യക്തമായി പറഞ്ഞതോടുകൂടി ബീഹാറിൽ ഇനിയൊരു നിതീഷ് കുമാർ ഭരണം ആവശ്യമില്ല എന്നുള്ളത് ജനങ്ങളുടെ തീരുമാനമായി മാറുകയാണ്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്റെ സീറ്റ് സംരക്ഷിക്കുന്നതിന്റെയും BJPയുടെ മന്ത്രിമാരാകട്ടെ കമ്മീഷനുകൾ ശേഖരിക്കുന്നതിന്റെയും തിരക്കിലാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് സർക്കാരിനെ മാറ്റാൻ വേണ്ടി മാത്രമല്ല, സംസ്ഥാനത്തെ രക്ഷിക്കാൻ കൂടി ആയിരിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. അതുതന്നെ ആദ്യം തന്നെയുള്ള ഒരു നീക്കത്തിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും വലിയൊരു മുന്നേറ്റം നടത്തുന്ന രീതിയിലേക്ക് ബീഹാറിൽ മാറിക്കഴിഞ്ഞു. അതായത് 11 ദിവസത്തിനുള്ളിൽ 31 കൊലപാതകങ്ങളാണ് ബീഹാറിൽ നടന്നിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തെ ഗുണ്ടാരാജ് ചൂണ്ടിക്കാണിക്കുന്നതാണെന്ന് മാധ്യമ റിപ്പോർട്ടുകളുടെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചുകൊണ്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നു. ബീഹാർ ഇന്ത്യയുടെ കുറ്റകൃത്യ തലസ്ഥാനമായി മാറിയിരിക്കുന്നുവെന്നും എല്ലാ ഇടവഴികളിലും ഭയം, എല്ലാ വീട്ടിലും അസ്വസ്ഥത, തൊഴിലില്ലാത്ത യുവാക്കളെ ഗുണ്ടാരാജിലെ കൊലയാളികളാക്കി മാറ്റി 20 വർഷത്തെ ഭരണം എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമായി പറഞ്ഞുകൊടുത്തിരിക്കുന്നു. ഇപ്പോൾ നിതീഷ് കുമാറിന്റെ കൂടെ BJPയും ഉണ്ട്. അതുകൊണ്ട് തന്നെ NDA സഖ്യകക്ഷികളും NDAയും ബീഹാറിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് രാഹുൽ ഗാന്ധി. മുഖ്യമന്ത്രി തന്റെ സീറ്റ് സംരക്ഷിക്കുന്ന തിരക്കിനിടയിൽ ഇതൊന്നും അറിയാതെ പോവുകയാണ്. അതേസമയം BJP മന്ത്രിമാർ കമ്മീഷനുകൾ ശേഖരിക്കുന്നതിനിടയിൽ ബീഹാറിലെ ഭരണം കുത്തഴിഞ്ഞ രീതിയിലായി എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു. താൻ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് ഒട്ടനവധി തവണയാണ് രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങളൊക്കെ ബീഹാറിനെ ഓർമ്മപ്പെടുത്തത്. അതുകൊണ്ട് ഇത്തവണ വോട്ട് സർക്കാരിനെ മാറ്റാൻ മാത്രമല്ല, ബീഹാറിനെ രക്ഷിക്കാനും കൂടിയാവണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് വലിയ വാർത്തയായി, വലിയ ചർച്ചയായിരിക്കുന്നു ബീഹാറിൽ. ഈ മാസം ആദ്യം പ്രമുഖ വ്യവസായി ഗോപാൽ കേംക എന്ന വ്യവസായി പട്നയിലെ തന്റെ വസതിക്ക് പുറത്ത് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ബീഹാറിനെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു. BJPയും മുഖ്യമന്ത്രി നിതീഷ് കുമാറും ചേർന്ന് ബീഹാറിനെ ഇന്ത്യയുടെ കുറ്റകൃത്യങ്ങളുടെ തലസ്ഥാനമാക്കിയെന്ന് രാഹുൽ ഗാന്ധി പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി കേംകയുടെ മരണം അല്ലെങ്കിൽ കൊലപാതകം മാറിയിരിക്കുന്നു. ഹാജിപൂരിൽ തന്റെ മകനെ വെടിവെച്ചു കൊന്ന് 7 വർഷത്തിന് ശേഷം കേംകയെ പട്നയിലെ തന്നെ തന്റെ വസതിക്ക് പുറത്ത് ബൈക്കിലെത്തിയ അക്രമി സംഘമാണ് വെടിവെച്ചു കൊന്നത്. അങ്ങനെ കൊലപാതകത്തിനെല്ലാം ഒരു ദാക്ഷിണ്യവുമില്ലാത്തൊരു സംസ്ഥാനമായി ബീഹാർ മാറിയ സ്ഥിതിക്ക് അത് തന്നെയായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചർച്ച എന്നാണ് വ്യക്തമാകുന്നത്.